കട്ടൺ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോകകപ്പ് ഫൈനലിലേക്കുള്ള അർജന്റീനയുടെ യാത്രയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവിശ്വസനീയമായ ചേരിതിരിവുകളുമാണ് ഈയൊരു വിവരണത്തിലൂടെ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. സത്യം പറയാമല്ലോ, ഫുട്ബോൾ ലോകം ഇതിനു മുമ്പ് ഇത്രയധികം വിഭജിക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്താണിതിനൊക്കെ കാരണം? നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കടക്കാം. 1 കോടി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 10 മില്യൺ ആളുകൾ അർജന്റീനയെ ഈ ലോകകപ്പിൽ നിന്ന് അയോഗ്യരാക്കണം എന്ന് ആവശ്യപ്പെട്ട് argentina.out.com എന്ന വെബ്സൈറ്റിലെ പെറ്റീഷനിൽ ഇതുവരെ ഒപ്പുവച്ചിരിക്കുന്നത് ഇത്രയും ആളുകളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു സ്പോർട്സ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുന്നത് ഒരുപക്ഷേ ഇത് ആദ്യമായിട്ടാകും. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? നമുക്ക് നോക്കാം. 1 കോടി ഒപ്പുകളിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ലയണൽ മെസ്സിയുടെ ടീമിനോട് ഫിഫയും റഫറിമാരും വ്യക്തമായ പക്ഷപാതം കാണിക്കുന്നുവെന്നാരോപിച്ച് ആരാധകർ ആരംഭിച്ച ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ എങ്ങനെയാണ് ലോകമെമ്പാടും ഇത്ര വേഗം പടർന്നു പിടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുമൊരു ഫുട്ബോൾ തർക്കം വളരെ പെട്ടെന്നാണ് ഈ ഒരു വലിയ ആഗോള ക്യാമ്പയിനായി മാറിയത്. അർജന്റീനയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കുക, മറ്റെല്ലാവർക്കും ന്യായമായ അവസരം നൽകുക, ഇതാണ് argentina.out.com ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. നോക്കൌട്ട് മത്സരങ്ങളിലാണ് ഈ പറയുന്ന ഫിഫയുടെ സഹായം ഏറ്റവും കൂടുതൽ പ്രകടമായതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്ന ആ ഒരു വികാരം നിലനിർത്താൻ മാച്ച് ഒഫീഷ്യലുകൾ അർജന്റീനയെ മനഃപൂർവ്വം സഹായിക്കുന്നു എന്നാണ് ഇവരുടെ ശക്തമായ വാദം. ഇത്രയും വലിയൊരു പ്രതിഷേധം എങ്ങനെയുണ്ടായി എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വിവാദമായ അർജന്റീന-ഈജിപ്റ്റ് പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്ക് തന്നെ പോകണം. സത്യത്തിൽ അതൊരു ഫുട്ബോൾ മത്സരം എന്നതിലുപരി വലിയൊരു ക്രൈം സീൻ പോലെയാണ് ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. നോക്കൂ, കളിയിൽ ഈജിപ്റ്റ് 2-0 മുന്നിലായിരുന്നു. എന്നാൽ അർജന്റീന ശക്തമായി തിരിച്ചുവന്ന സ്കോർ 2-2 ആക്കി. അവിടെയാണ് ട്വിസ്റ്റ്. സ്റ്റോപ്പേജ് ടൈമിൽ ഫുട്ബോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ ആ നാടകീയ സംഭവങ്ങൾ നടക്കുന്നത്. ഈജിപ്ഷ്യൻ താരം മോസ്തഫ സിക്കോയുടെ ഒരു കിടിലൻ ഗോൾ VAR ഇടപെട്ട് റദ്ദാക്കി. അതിനുശേഷം ജൂലിയൻ അൽവാരസ് മുഹമ്മദ് സലാഹിനെ ഫൗൾ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ടായെങ്കിലും റഫറി അവിടെ പെനാൽറ്റി നൽകിയില്ല. അതെ, തൊട്ടുപിന്നാലെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ വിജയ ഗോൾ നേടുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഈജിപ്തിന്റെ ലോകകപ്പ് മോഹങ്ങൾ തകർത്തത്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇരു ടീമുകളുടെയും പരിശീലകരുടെ തികച്ചും വിരുദ്ധമായ പ്രതികരണങ്ങളാണ്. ഇത് വ്യക്തമായും ഒത്തുകളിയാണ്. അർജന്റീനയെ ജയിപ്പിക്കാൻ ഫിഫ നേരെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാണ് ഈജിപ്ത് മാനേജർ ഹൊസാം ഹസൻ പൊട്ടിത്തെറിച്ചത്. എന്നാൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണി ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. VAR പോലെയുള്ള സാങ്കേതിക വിദ്യകളുള്ള ഇന്നത്തെ കാലത്ത് ഇത്തരം പക്ഷപാതങ്ങൾ തികച്ചും അസാധ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി VAR, അതിലെ പക്ഷപാത ആരോപണങ്ങൾ, പിന്നാലെ വന്ന വ്യാജവാർത്തകൾ എന്നിവയെക്കുറിച്ച് നോക്കാം. മത്സരശേഷം ഫ്രഞ്ച് റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സിയറെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഈജിപ്റ്റ് ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയോട് ഔദ്യോഗികമായി പരാതിപ്പെട്ടു. എന്നാൽ നമുക്ക് വികാരങ്ങളെ മാറ്റിനിർത്തി വസ്തുതകളും നിയമങ്ങളും അതിനുശേഷം വന്ന വ്യാജവാർത്തകളും തികച്ചും നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കാം. ഇവിടത്തെ ഏറ്റവും നിർണായകമായ കാര്യം യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നാണ്. ഫിഫയുടെ റഫറി ചീഫ് പിയർലൂജി കൊളീന ഈ തീരുമാനങ്ങളെ ശക്തമായി ന്യായീകരിച്ചു. അദ്ദേഹം പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിനെതിരായ ഫൗൾ വ്യക്തമായിരുന്നുവെന്നും അറ്റാക്കിംഗ് ഫേസിൽ എത്ര സമയം കഴിഞ്ഞാലും VARന് ഇടപെടാമെന്നുമാണ്. ഇനി സലാഹിനെതിരായ ഫൗളോ അത് പെനാൽറ്റി നൽകാൻ മാത്രം ഗൗരവമുള്ളതല്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യം ലെറ്റക്സിയറെ മാറ്റിയതിനെക്കുറിച്ചാണ്. അത് അദ്ദേഹത്തിനുള്ളൊരു ശിക്ഷയല്ല, മറിച്ച് ടൂർണമെന്റിൽ അവശേഷിക്കുന്ന ടീമുകളുടെ രാജ്യത്തു നിന്നുള്ള റഫറിമാരെ മാറ്റി നിർത്തുക എന്ന ഫിഫയുടെ വളരെ സാധാരണയായ ഒരു നിയമം മാത്രമാണ്. ഇനി സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കിയത് എന്ന് നോക്കാം. ഫിഫ റഫറിമാർക്കെതിരെ FBI അന്വേഷണം പ്രഖ്യാപിച്ചു. ടൂർ പ്രോ എൻഡർ എന്ന $260 മില്യൺ വ്യാജ കമ്പനി വഴി അർജന്റീന $57 മില്യൺ കൈക്കൂലി നൽകിയ തുടങ്ങിയ തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചു. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? പ്രശസ്ത അവതാരകനായ ജിമ്മി കിമ്മലിന്റെ വീഡിയോ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തിരുത്തിയാണ് ഇവർ ഈ വ്യാജവാർത്തകൾ ഉണ്ടാക്കിയത്. സ്പോർട്സിലെ ദേഷ്യം എങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ അവിശ്വസനീയമായ വ്യാജവാർത്തകളായി മാറുന്നുവെന്ന് ഇത് വ്യക്തമായി കാണിച്ചു തരുന്നു. ഇനി ഫുട്ബോളിലെ ആ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് വരാം. ലോകമെമ്പാടുമുള്ള ഈ അസംതൃപ്തി വെറും ഈജിപ്റ്റ് മത്സരത്തോടെ മാത്രം തുടങ്ങിയതല്ല. അർജന്റീനയുടെ ഫുട്ബോൾ ശൈലിയെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ഇതിന് വലിയ വേരുകളുണ്ട്. നമുക്കതിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു വലിയ വൈരുദ്ധ്യം കാണാൻ സാധിക്കും. ഒരു വശത്ത് ലാ ന്യൂസ്ട്ര, അതായത് വളരെ സർഗാത്മകവും മനോഹരവുമായ അറ്റാക്കിംഗ് ഫുട്ബോൾ. മറുവശത്തോ ആൻറ്റി ഫുട്ബോൾ, അതായത് ഏത് വിധേനയും വിജയിക്കാൻ വേണ്ടി എതിരാളികളെ വീഴ്ത്തുന്ന പരുക്കൻ അടവുകൾ.
സത്യത്തിൽ ഒരു നൂറ്റാണ്ടിലേറെയായി അർജന്റീന ഈ രണ്ട് ശൈലികൾക്കുമിടയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടുതന്നെ അവരുടെ വിജയങ്ങളെ ലോകം എപ്പോഴും ഒരു ചെറിയ സംശയത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. കളിക്കളത്തിനു പുറത്തും കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ലട്ടോ. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ ശേഷം അർജന്റീന താരങ്ങൾ മാൽവിനാസ് അർജന്റീനയുടേതാണ് എന്നെഴുതിയ ഫോക്ലാൻഡ്സ് ബാനർ ഉയർത്തിയത് വലിയ വിവാദമായി. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വരെ ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ഇത് വെറുമൊരു ഫുട്ബോൾ മത്സരത്തിനപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കുന്നതിന് കാരണമായി. ഇതിനെക്കുറിച്ച് കോച്ച് ലയണൽ സ്കലോണി പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 1986-ൽ ഡീഗോ മറഡോണയുടെ കാലത്തും അർജന്റീനയ്ക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത് ഞങ്ങൾക്ക് പുതിയ കാര്യമല്ല. അതെ, ഫുട്ബോൾ ചരിത്രത്തിൽ അവരുടെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടുമ്പോഴെല്ലാം ഇത്തരം പക്ഷപാത ആരോപണങ്ങൾ അവരെ ഒരു നിഴൽ പോലെ പിന്തുടരാറുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇനി കഴിവും ഈ പറയുന്ന മിഥ്യാധാരണകളും എന്താണെന്ന് നോക്കാം. ഈ ബഹളങ്ങളും വിവാദങ്ങളും എല്ലാം ഒതുങ്ങുമ്പോൾ നമ്മൾ സത്യസന്ധമായി കാണേണ്ടൊരു കാര്യമുണ്ട്. സ്പെയിനെതിരായ ഫൈനലിനൊരുങ്ങുന്ന ഈ അർജന്റീന ടീമിന്റെ അനിഷേധ്യമായ കഴിവും അവരുടെ അപാരമായ പോരാട്ടവീര്യവും. നോക്കൂ, ഫൈനലിലേക്കുള്ള അവരുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. അൾജീരിയക്കെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീടോ ഈജിപ്തിനെതിരെ അവിശ്വസനീയമായ ആ 3-2 തിരിച്ചുവരവ്, തുടർന്ന് ക്വാർട്ടറിൽ 10 പേരായി ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിനെതിരെ പൊരുതി നേടിയ ഗംഭീര വിജയം, അവസാനമായി സെമിയിൽ അവസാന നിമിഷം നേടിയ 2 ഗോളിലൂടെ ഇംഗ്ലണ്ടിനെയും തകർത്തു. ലോകമെമ്പാടുമുള്ള ഈ ക്യാമ്പയിനുകൾക്കിടയിലും മാക് അലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ജൂലിയൻ ആൽവറസ് തുടങ്ങിയ താരങ്ങൾ ഈ ടൂർണമെന്റിന്റെ ഓരോ ഘട്ടത്തിലും തങ്ങളുടെ ചോരയും നീരും നൽകിയാണ് ഈ വിജയങ്ങൾ നേടിയെടുത്തതെന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാകൂ. ഇപ്പോൾ വരാനിരിക്കുന്ന ആ ബ്ലോക്ക് ബസ്റ്റർ ഫൈനലിലേക്ക് നോക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടൊരു വലിയ ചോദ്യമുണ്ട്. സ്പെയിനിനെതിരെ ഇറങ്ങുമ്പോൾ ലയണൽ മെസ്സിയുടെ ഈ അവസാന നൃത്തം അവരുടെ യഥാർത്ഥ കഴിവുകൊണ്ട് ചരിത്രവിജയമായി മാറുമോ? അതോ 10 മില്യൺ ആളുകളുടെ ഈ കടുത്ത പ്രതിഷേധം ഒടുവിൽ അവരെ വീഴ്ത്തുമോ? ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാത്തിരിപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.